ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാറിനെ കുറിച്ച് തന്നെയാണ്. അതായത് മരണപ്പെട്ട ആളുകളുടെ ആധാർ കാർഡ് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ട ആളുകളുടെ ആധാർ കാർഡ് നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ്, അഥവാ ഡീആക്ടിവേറ്റ് ചെയ്യണം. മനസ്സിലായോ? പക്ഷെ അത് പല ആളുകൾക്കും അറിയില്ല. എന്നാൽ ഈ സേവനം ഇപ്പം നിലവിൽ കേരളത്തിൽ ലഭ്യമല്ല. 24 സംസ്ഥാനങ്ങളിൽ ഈ സേവനം ഇപ്പോൾ ലഭ്യമാണ്. കേരളത്തിൽ ഉടൻ തന്നെ ഇത് ലിസ്റ്റിൽ വരുന്നതാണ്. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് അതിലില്ല. അപ്പം നിലവിൽ 24 സ്റ്റേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. കാരണം മരണപ്പെട്ട ഒരാളുടെ ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾ മറ്റുള്ള അവരുടെ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് പോലെ തന്നെ, ഉദാഹരണം ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അതിൻ്റെ അതോറിറ്റിയിൽ പോയി നമ്മളത് ക്യാൻസൽ ചെയ്യണം. മരണ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ പെൻഷൻ ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 60 കഴിഞ്ഞ പെൻഷനാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിധവാ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ, വേറെ ഏത് ക്ഷേമ പെൻഷൻ, ഏത് പെൻഷൻ ആയിക്കോട്ടെ, ഏത് പെൻഷനാണെങ്കിലും ആ വാങ്ങുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ പോയിട്ട് അത് ക്യാൻസൽ ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡിനെ കുറിച്ച് തന്നെയാണ്. അതായത് മരണപ്പെട്ട ഒരാളുടെ ആധാർ കാർഡ് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ അനേകം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആധാർ കാർഡും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആധാർ കാർഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ ആധാർ കാർഡ് UID പറയുന്നത് ക്യാൻസൽ ചെയ്യണം, അഥവാ ഡീആക്ടിവേറ്റ് ചെയ്യണം. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നർത്ഥം. കാരണം അത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 24 സ്റ്റേറ്റുകളിൽ, സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ സേവനം നിലവിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇത് ലഭ്യമല്ല, ഈ സേവനം ലഭ്യമല്ല. ഏതാനും അടുത്ത് തന്നെ അത് അവൈലബിൾ ആവും എന്നതാണ് സൈറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതിനെക്കുറിച്ച് അറിവ് വേണം. സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കേരളത്തിലും ഇപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആധാർ കാർഡ് നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടവരാരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റ് സേവനങ്ങൾ, അതായത് അവർ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അതോറിറ്റിയിൽ പോയിട്ട്, ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നാണ് ഉള്ള പെൻഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഞ്ചായത്തിൽ പോയിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, മരണ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കി അവിടെ സബ്മിറ്റ് ചെയ്ത് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ പോയിട്ട് അത് റിക്വസ്റ്റ് കൊടുക്കും, അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ആധാറിൻ്റെ കാര്യത്തിൽ. ഇനി ആധാർ നമുക്ക്, അദ്ദേഹത്തിൻ്റെ ആധാർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, അതുകൊണ്ടാണ് UID ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മരണപ്പെട്ട ആളുടെ ആധാർ കാർഡ് ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് വേറെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കറിയാം, ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ആധാർ കാർഡ് എപ്പോഴും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണമെന്ന്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സേവനം ലഭ്യമല്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ ഉള്ളത്, മരണപ്പെട്ട ആളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചുരുക്കത്തിൽ. അപ്പോൾ അതിന് UID ചെയ്തു വെച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ള മറ്റാരുടെയെങ്കിലും ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ആരുടെയെങ്കിലും കുടുംബത്തിൽ ആരുടെയെങ്കിലും ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കും. അപ്പോൾ ലിങ്കുള്ള ആധാർ കാർഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറി അതിനുശേഷം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ സൈറ്റിൽ പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതെന്നാണ്. അപ്പോൾ അതവിടെ കൊടുക്കണം. അപ്പോൾ അവിടെ കേരളം അതിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറ്റ് സ്റ്റേറ്റുകൾ 24 സ്റ്റേറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഉടനെ കേരളം വരും. പിന്നെ അതുപോലെ തന്നെ മരിച്ച ആളുടെ പേര്,
എന്നാണ് മരണപ്പെട്ടത്, അതുപോലെ തന്നെ ഏത് അതോറിറ്റിയാണ് മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, പിന്നെ മരണ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ, ഇതൊക്കെ മരണ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. നോർമലായിട്ട് നമുക്ക് എടുത്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒക്കെ അതിൽ എൻറ്റർ ചെയ്യാനുണ്ട്. അതിനുശേഷം ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെടാൻ മരണ സർട്ടിഫിക്കറ്റും അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ UIDAI പരിശോധിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണ സർട്ടിഫിക്കറ്റിലുള്ള പേരും അതുപോലെ തന്നെ മരണ ഡേറ്റ്, നമ്മൾ അടിച്ച മരണ ഡേറ്റും സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്നതിന് പറയും. ഡീറ്റെയിൽസുകളെല്ലാം ചെക്ക് ചെയ്ത് പേരൊക്കെ നോക്കി കറക്റ്റാണ്, സർട്ടിഫിക്കറ്റിലുള്ളതും നമ്മൾ എൻറ്റർ ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയാണ് എന്ന് നോക്കി, അതുപോലെ തന്നെ ഇവരുടെ ആധാറിലുള്ള പേര്, അതാണ് ഇമ്പോർട്ടൻസ്. അതായത് ഇവരുടെ ആധാറിലുള്ള പേരും സർട്ടിഫിക്കറ്റിലുള്ള മരണ സർട്ടിഫിക്കറ്റിലുള്ള പേരും മറ്റു ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഡീആക്ടിവേറ്റ് ആവുള്ളൂ, ആധാർ കട്ടാവുള്ളൂ, ക്യാൻസൽ ആവുള്ളൂ. അല്ലാതെ നമ്മളിത് കൊടുക്കുന്നതോട് കൂടി കട്ടായി പോവില്ല. സിസ്റ്റം അത് ഫുള്ള് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ അത് നമുക്ക് കട്ടായി പോയാൽ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. ഈ ആധാർ ഇപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത മരണപ്പെട്ട അവരുടെ ആധാർ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ക്യാൻസൽ ആയിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരും. ഇനി അതല്ല, നമ്മൾ എൻറ്റർ ചെയ്തതിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ ഇവരുടെ ആധാറിലൊക്കെ എന്തെങ്കിലും പേരിലോ മറ്റുള്ള കാര്യത്തിലോ മിസ്മാച്ച് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റിജക്ഷൻ വരും. അപ്പം നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ആധാർ സെൻറ്ററിൽ നിന്നൊക്കെ ആധാർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ആൾ ആധാർ എടുത്താൽ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ 5 ആൾ ഒന്നിച്ച് വന്ന് ആധാർ എടുത്തു കഴിഞ്ഞാൽ 1-2 ആളുകൾക്ക് റിജക്ഷൻ വരും, എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ട് വരുന്ന സമയത്ത് റിജക്ഷൻ വരുന്ന അതേ സിസ്റ്റം ഇതിലുണ്ട്. ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ടില്ല എങ്കിൽ, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരിലോ മറ്റുള്ള കാര്യത്തിലോ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വരും, അത് റിജക്ഷൻ ആവും. അപ്പം അതായത് അപേക്ഷ തള്ളി എന്നർത്ഥം, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും, സക്സസ് ആവുന്നത് വരെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആധാറിൻ്റെ ദുരുപയോഗം തടയാനും സാധിക്കും. കാരണം മരണപ്പെട്ട ഒരാളുടെ ആധാർ പിന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത് ഡീആക്ടിവേറ്റ് ചെയ്യുക തന്നെ വേണം. ദുരുപയോഗം തടയാൻ സാധിക്കും അങ്ങനെ. അതുകൊണ്ടാണ് UIDAI ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും താമസമില്ലാതെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റും അത് അവൈലബിൾ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വത്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.